BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ബീഹാറിലെ കോളേജുകളിൽ രാത്രി 8 മണി വരെ ക്ലാസുകൾ നടത്തണമെന്ന നിർദ്ദേശവുമായി മുഖ്യമന്ത്രി സാമ്രാട്ട് ചൗധരി. പല കോളേജ് ക്യാമ്പസുകളും 2 മണിയോടെ ക്ലാസുകൾ അവസാനിപ്പിക്കുകയും ക്യാമ്പസുകൾ വിജനമാകുകയുമാണെന്നാണ് ചൗധരി വിശദീകരിക്കുന്നത്. ഈ അവസ്ഥ മാറി രാത്രി 8 മണി വരെ ക്ലാസുകൾ പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് മാറണമെന്നാണ് മുഖ്യമന്ത്രി അഭിപ്രായപ്പെടുന്നത്. വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസത്തിനായി പഞ്ചാബ്, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നത് ഒഴിവാക്കാൻ ബീഹാറിലെ വിദ്യാഭ്യാസ സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്നും സ്വന്തം നാട്ടിൽ തന്നെ അവർക്ക് മികച്ച വിദ്യാഭ്യാസം ഉറപ്പാക്കണമെന്നുമാണ് ചൗധരി ഇതോടൊപ്പം വ്യക്തമാക്കുന്നത്. അതേസമയം ബീഹാറിലെ 13 കോടി ജനങ്ങൾക്ക് നിലവിലെ വിദ്യാഭ്യാസ അടിസ്ഥാന സൗകര്യങ്ങൾ അപര്യാപ്തമാണെന്നും ഈ വർഷം ജൂലൈ മുതൽ വിദ്യാഭ്യാസ മേഖലയിൽ കാര്യമായ മാറ്റങ്ങൾ ദൃശ്യമാകുമെന്നും ഉറപ്പു നൽകുകയാണ് ചൗധരി. സംസ്ഥാനത്തെ 200-ലധികം പുതിയ കോളേജുകളും ഓപ്പൺ സർവകലാശാലകളും ടിംഡ് സർവകലാശാലകളും സർക്കാർ സ്ഥാപിച്ചു വരുന്നുണ്ടെന്നും വിശദീകരിക്കുകയും ജനസാന്ദ്രത കൂടുതലാണെങ്കിലും പുതിയ സർവകലാശാലകൾക്ക് ഭൂമി കണ്ടെത്തിയതിന് ഒരു തടസ്സമില്ലെന്നും ഉദ്യോഗസ്ഥർക്ക് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകുന്നുണ്ടെന്നുമാണ് ചൗധരി അവകാശപ്പെടുന്നത്. മുൻ മുഖ്യമന്ത്രി നിതീഷ് കുമാർ പാകിയ ശക്തമായ അടിത്തറയിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും സാമ്രാട്ട് ചൗധരി പറയുന്നുണ്ട്. ജാർഖണ്ഡ് രൂപീകരിച്ച സമയത്ത് വെറും 6000 കോടി രൂപ മാത്രം ബഡ്ജറ്റിലുണ്ടായിരുന്ന ബീഹാർ ഇന്ന് 3.17 ലക്ഷം കോടി രൂപയുടെ ബഡ്ജറ്റുള്ള സംസ്ഥാനമായി വളർന്നുവെന്നാണ് ചൗധരിയുടെ മറ്റൊരു അവകാശവാദം. കൂടാതെ ബീഹാറിലെ കോളേജുകളിൽ രാത്രി 8 മണി വരെ ക്ലാസുകൾ നടത്തുന്നത് വഴി വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റം വരുത്താനാകുമെന്നാണ് ചൗധരി വിശദീകരിക്കുന്നത്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.